ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൂ ഇവൻ കറണ്ട് അഫയേഴ്സ് സെഷൻ. ഞാൻ വിഷ്ണുരാജ് ആയൂർ. അപ്പം നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പത്മ പുരസ്കാരങ്ങൾ 2026. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. അതങ്ങനെ എല്ലാ വർഷവും നൽകുന്ന അവാർഡല്ല, വല്ലപ്പോഴും മാത്രമേ നൽകാറുള്ളൂ. അവസാനമായിട്ട് നൽകിയത് 2024 ഭാരതരത്ന കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള അവാർഡാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷണ് തൊട്ട് താഴെയുള്ള അവാർഡാണ് പത്മഭൂഷൺ. പത്മഭൂഷണ് തൊട്ട് താഴെയുള്ള അവാർഡാണ് പത്മശ്രീ. അപ്പോൾ നമുക്കിനി ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. പറയാൻ പോകുന്നത് പത്മവിഭൂഷൺ പുരസ്കാരങ്ങളാണ്. 2026 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. 4 പേർ മലയാളികളാണ്. അപ്പോൾ ആദ്യം VS അച്യുതാനന്ദൻ, മരണാനന്തര ബഹുമതി. പരീക്ഷയ്ക്ക് ചോദിക്കും, 2026 ഇന്ത്യ ഗവൺമെൻറ് VS അച്യുതാനന്ദനെ ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് ആദരിച്ചത്? പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്തരമാണ് പത്മവിഭൂഷൺ. ഉത്തരമാണ് പത്മവിഭൂഷൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്ത സ്റ്റേറ്റാണ് കേരളം. കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കാറ്റഗറിയാണ് പബ്ലിക് അഫയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, VS അച്യുതാനന്ദനെ കേരള സംസ്ഥാനം റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നേരിട്ട് കൊടുത്ത അവാർഡാണ്. അപ്പോൾ ഇതിൻ്റെ വിവാദമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും അദ്ദേഹത്തിനെ കേരളത്തിൻ്റെ ലേബലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ജനിച്ചത് 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ. ഓക്കെ, ഇനി അന്തരിച്ചത് 2025 ജൂലൈ 21 101-ാമത്തെ വയസ്സിൽ. അപ്പോൾ വളരെ പ്രശസ്തരായ വ്യക്തികൾ അന്തരിക്കുന്നത് PS ചോദിക്കാറുണ്ട്. അപ്പോൾ VSനെ പോലെ വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തി അന്തരിക്കുമ്പോൾ അത് PS ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ 2025 ജൂലൈ 21-ാം തീയതിയാണ് VS അന്തരിച്ചെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി അദ്ദേഹം കേരളത്തിൻ്റെ 11-ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 2006 മുതൽ 2011 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലാവധി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് വേറെ റെക്കോർഡ് കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി 82 വയസ്സ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ്. 15 വർഷത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു 2016 മുതൽ 2021 വരെ. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകളിലൊന്നാണ് സമരത്തിന് ഇടവേളകളില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കേണ്ട 3 പോയിന്റാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, അദ്ദേഹത്തിന് ഏത് അവാർഡ് കിട്ടി? പത്മവിഭൂഷൺ. ഓക്കെ, കാറ്റഗറി ഏത്? പബ്ലിക് അഫയേഴ്സ്. അദ്ദേഹം ഏത് ദിവസമാണ് അന്തരിച്ചത്? 2025 ജൂലൈ 21. ഇത്രയാണ് നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. അടുത്തത് KT തോമസ്, കല്ലുപുരയ്ക്കൽ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. സംസ്ഥാനം കേരളം. കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. അദ്ദേഹം മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു. ഓക്കെ, അതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്നു. കോട്ടയം സ്വദേശിയാണ്. 2007 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ്. ഓക്കെ, നമ്മുടെ KT തോമസിൻ്റെ ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് സോളമൻ്റെ തേനീച്ചകൾ ഒരു ന്യായാധിപൻ്റെ സ്മരണകൾ. ഓക്കെ, സോളമൻ്റെ തേനീച്ചകൾ ഒരു ന്യായാധിപൻ്റെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ്. അത് ഓർത്ത് വെച്ച് ചിലപ്പോൾ ചോദിക്കും, എന്താണ് KT തോമസിൻ്റെ ഓർമ്മക്കുറിപ്പ് ഏത്? സോളമൻ്റെ തേനീച്ചകൾ ഒരു ന്യായാധിപൻ്റെ സ്മരണകൾ. ഓക്കെ, അടുത്ത വ്യക്തിയാണ് N രാജം. സംസ്ഥാനം ഉത്തർപ്രദേശ്. കാറ്റഗറി കല. വയലിനിസ്റ്റാണ്, മലയാളിയാണ്. അപ്പോൾ ചോദിക്കും, N രാജം ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ. മലയാളിയാണ്. ഓക്കെ, പാടുന്ന വയലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, പാടുന്ന വയലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി ഗായകി അംഗം. ഓക്കെ, വായ്പാട്ട് പോലെ വയലിൻ വായിക്കുന്ന ശൈലി. ഈ ശൈലി വികസിപ്പിച്ച ആളാണ് N രാജം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ഗാനമേളയ്ക്കൊക്കെ ആണെങ്കിൽ ഈ വയലിനിസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ആ പാട്ടിൻ്റെ അതേപോലെ അവർ വയലിൻ വായിക്കും. അപ്പോൾ അതിനെ പറഞ്ഞ ഗായകി അംഗം. ഇത് വികസിപ്പിച്ച ആളാണ് N രാജം. ഇനി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ സംഗീത വിഭാഗം പ്രൊഫസറായും പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ബനാറസ് ഹിന്ദു സർവകലാശാല ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സംഗീത വിഭാഗം പ്രൊഫസറായിട്ടും HOD ആയിട്ടും ഒക്കെ N രാജം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് അവരെ റെക്കമെൻഡ് ചെയ്തത്. മലയാളിയാണെങ്കിലും ഉത്തർപ്രദേശാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, ഇവരുടെ കുടുംബമൊക്കെ എറണാകുളം സ്വദേശികളാണ്. പിന്നീട് N രാജ്യത്തിന് സംഗീതവുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടിയപ്പോൾ ഉത്തർപ്രദേശിലേക്ക് പോയതാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ സംഗീത വിഭാഗം പ്രൊഫസറായും പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1984 പത്മശ്രീ ലഭിച്ചു. 2004 പത്മഭൂഷൺ ലഭിച്ചു. 2026 പത്മവിഭൂഷൺ ലഭിച്ചു. ക്ലിയർ ആണല്ലോ. അടുത്തത് P നാരായണൻ. സംസ്ഥാനം കേരളം. കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. മാധ്യമപ്രവർത്തകനാണ്, സാഹിത്യകാരനാണ്, RSS നേതാവാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയാണ്.
പി നാരായണൻ ദീർഘകാലം കേസരിയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ കേരളത്തിലെ വാരികയാണ് കേസരി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ വാരികയിൽ ലേഖകനായിരുന്നു. അപ്പോൾ RSSൻ്റെ മുഖപത്രമാണ് ഓർഗനൈസർ, അതിൽ ലേഖകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ആളുടെ പേരാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, മരണാനന്തര ബഹുമതി, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല. ബോളിവുഡിൽ ഇതിഹാസ താരം ധർമ്മേന്ദ്ര എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സിനിമാ താരം ധർമ്മേന്ദ്ര, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി സംഭാവനകൾ: 100 കണക്കിന് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചു. ഷോലെ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ വേഷം ലോക പ്രശസ്തമാണ്. അപ്പോൾ ഇവിടെയും മരണാനന്തര ബഹുമതി ആയതുകൊണ്ട് തന്നെ അന്തരിച്ച ദിവസം അറിഞ്ഞിരിക്കണം. 2025 നവംബർ 24 അദ്ദേഹം അന്തരിച്ചത്. ചോദിക്കും, അപ്പോൾ പ്രശസ്തനായിട്ടുള്ള ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഏത് ദിവസമാണ് അന്തരിച്ചത്? 2025 നവംബർ 24. ഇനി ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിന് ഏത് സിവിലിയൻ ബഹുമതിയാണ് ഇന്ത്യ ഗവൺമെൻറ് നൽകിയത്? പത്മവിഭൂഷൺ. ക്ലിയർ ആണല്ലോ. പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചു, 2 പേര് മലയാളികൾ. പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചു, 2 മലയാളികൾ. നമുക്ക് ഓരോ ആൾക്കാരെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം മമ്മൂട്ടി. നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിക്ക് 2026 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. അപ്പോൾ പരീക്ഷ ചോദിക്കും, 2026 ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് മമ്മൂട്ടിയെ ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചത്? പത്മഭൂഷൺ. ഓക്കെ, അദ്ദേഹത്തിന് സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള പേരായിരുന്നു മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ. സംസ്ഥാനം കേരളം, കാറ്റഗറി കല. 98 പത്മശ്രീ ലഭിച്ചു, 2026 പത്മഭൂഷൺ ലഭിച്ചു. ഓക്കെ, അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. പരീക്ഷ ചോദിക്കും, 2026 വെള്ളാപ്പള്ളി നടേശന് ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചത്? പത്മഭൂഷൺ. സ്റ്റേറ്റ് കേരളം, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. 1937 സെപ്റ്റംബർ 10 ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിൽ ജനിച്ചു. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി പദവിയിൽ 30 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത്. 96 ജനുവരി 27 അദ്ദേഹം ആദ്യമായി SN ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയെ ചുമതലയേറ്റത്. SNDP യോഗം ജനറൽ സെക്രട്ടറി. അതേ വർഷം 96 നവംബർ 17 അദ്ദേഹം യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. അപ്പോൾ ചോദിക്കും, 2026 വെള്ളാപ്പള്ളി നടേശന് ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചത്? ഏതാണ്? പത്മഭൂഷൺ. അടുത്തത് ഷിബു സോറൻ, മരണാനന്തര ബഹുമതി, സംസ്ഥാനം ജാർഖണ്ഡ്, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. രാഷ്ട്രീയ പാർട്ടി ജാർഖണ്ഡ് മുക്തി മോർച്ച. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച. അപ്പോൾ ഇപ്പോൾ ജാർഖണ്ഡ് ഭരിക്കുന്നത് ഈ പാർട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ഓക്കെ, അപ്പോൾ ചോദിക്കും, ജാർഖണ്ഡിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൻ്റെ 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 3 തവണയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 3 തവണ കേന്ദ്ര കൽക്കരി മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും മരണാനന്തര ബഹുമതി ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, 2025 ഓഗസ്റ്റ് 4 അന്തരിച്ചു. ചോദിക്കും, ഷിബു സോറൻ ഏത് ദിവസമാണ് അന്തരിച്ചത്? 2025 ഓഗസ്റ്റ് 4. ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം അന്തരിച്ച ദിവസം ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത ആളാണ് പീയൂഷ് പാണ്ഡെ. മരണാനന്തര ബഹുമതിയായിട്ടാണ് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല. പ്രശസ്ത പരസ്യ ഏജൻസിയായ ഓഗിൽവിയുടെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും വേൾഡ് വൈഡ് ചീഫ് ക്രിയേറ്റീവ് ഓഫീസറായും അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക പ്രശസ്തമായ പരസ്യ കമ്പനിയാണ് ഓഗിൽവി. അതിൻ്റെ ഇന്ത്യയിലെ മേധാവിയായിരുന്നു പീയൂഷ് പാണ്ഡെ. മരണാനന്തര ബഹുമതി ആയതുകൊണ്ട് തന്നെ ഇവിടെയും അന്തരിച്ച ദിവസം ഓർത്ത് വെച്ചിരിക്കണം. 2025 ഒക്ടോബർ 24 അദ്ദേഹം അന്തരിച്ചു. 2025 ഒക്ടോബർ 24 അദ്ദേഹം അന്തരിച്ചു. 2014 BJPയുടെ പ്രശസ്തമായ ആപ് കി ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തിന് പിന്നിലും ഇദ്ദേഹമായിരുന്നു. ഇനി ഫെവിക്കോളിൻ്റെ പരസ്യം, 90s കിഡ്സിനൊക്കെ അറിയാം ഫെവിക്കോളിൻ്റെ പരസ്യം. തമാശ കലർന്നതും ഇന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലമുള്ളതുമായിട്ടുള്ള നിരവധി പരസ്യങ്ങൾ ഇദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫെവിക്കോളിൻ്റെ പരസ്യം, ബസ്സിനകത്ത് ഇങ്ങനെ സ്ഥാനിലെ ഗ്രാമത്തിലൂടെ ബസ് ഇങ്ങനെ പോകും. ബസ്സിനകത്ത് അകത്തും ആളാണ്, പുറത്തും ആളാണ്. ബസ്സിൻ്റെ മുകളിലെല്ലാം ആൾക്കാരിരിക്കും. മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുലുങ്ങുന്നല്ല, താഴെ വീഴത്തില്ല. അപ്പോൾ നോക്കുമ്പോഴേക്കും ഫെവിക്കോളിൻ്റെ ബോക്സിനകത്ത് പിടിച്ചിരിക്കുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കും, കുഞ്ഞാതെങ്കിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ പിടിച്ച് ഫെവിക്കോളിൻ്റെ ബക്കറ്റിൻ്റെ മണ്ടയിൽ ഇടുമ്പോഴേക്കും കുഞ്ഞിന് അനങ്ങത്തില്ല. പിന്നെ ഈ കോഴിമുട്ട ഈ താഴെ വീണ് പൊട്ടും. ഫെവിക്കോളിൻ്റെ ബക്കറ്റിനകത്ത് ഇട്ടിരിക്കുന്ന കോഴിമുട്ട താഴെ വീണ് പൊട്ടത്തില്ല. അങ്ങനെയൊക്കെ വളരെ ഫണ്ണിയായിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ആളാണ് പീയൂഷ് പാണ്ഡെ. ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് മിലേ സുർ മേരാ തുമാര.
ദേശീയ ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഈ പ്രശസ്ത ഗാനത്തിൻ്റെ വരികൾ രചിച്ചത് ഇദ്ദേഹമാണ്. അതും നമ്മുടെ 90 കിഡ്സിന് ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ ദൂരദർശനിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കുമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തുമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് പാട്ട് പാടുന്നു, സിനിമാ താരങ്ങളെല്ലാം പാട്ട് പാടുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊരു മലയാളിയായിട്ടുള്ളൊരു ആനപ്പാപ്പാൻ ആനയുടെ മുകളിൽ കയറി ഇങ്ങനെ പാടുന്നു, നമ്മുടെ സ്വരവും നിങ്ങളുടെ സ്വരവും എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വരി എഴുതിയ ഇദ്ദേഹമാണ്. അപ്പോൾ ആ ഗാനം നമ്മുടെ മിലേ സുർ മേരാ തുമാര എന്ന ഗാനം പുറത്തിറങ്ങിയത് 1988 ഓഗസ്റ്റ് 15-നാണ്. 2026 പത്മഭൂഷൺ ലഭിച്ചു, 2016 പത്മശ്രീ ലഭിച്ചു. അടുത്തത് ഭഗത് സിംഗ് കോഷിയാരി, സംസ്ഥാനം ഉത്തരാഖണ്ഡ്, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്, മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്, മുൻ മഹാരാഷ്ട്ര ഗവർണറാണ്. അടുത്തത് വിജയ് അമൃതരാജ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സ്പോർട്സ് കാറ്റഗറി കായികം, ടെന്നീസ് താരമാണ്. 1953 ഡിസംബർ 14 തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കിയ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടെന്നീസിനെ ലോകത്തിൽ പ്രശസ്തനാക്കിയ വ്യക്തിയാണ് വിജയ് അമൃതരാജ്. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാൻഡ് സ്ലാം പ്രകടനം വിംബിൾഡൺ 1973, 81 US ഓപ്പണിലും 73, 74 പുരുഷ സിംഗിൾസിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് ഒരു 70-80 കാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ടെന്നീസ് വളരെ ഫേമസ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ടെന്നീസിനെ വളരെ മികച്ച രീതിയിൽ എത്തിച്ച ഒരാളാണ് വിജയ് അമൃതരാജ്. ഓക്കെ, അപ്പോൾ ചോദിക്കും, വിജയ് അമൃതരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഇനി 2026 പത്മഭൂഷൺ കിട്ടി, 83 പത്മശ്രീ ലഭിച്ചു. അൽക്ക യാഗ്നിക്, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല, ഗായിക. തേസാബ് എന്ന ചിത്രത്തിലെ ഏക് ദോ തീൻ എന്ന ഗാനമാണ് അവർക്ക് കരിയറിലെ ബ്രേക്ക് നൽകിയത്. അപ്പോൾ നമുക്കറിയാം, ഗാനമേളയ്ക്കൊക്കെ സ്ഥിരം പാടുന്ന പാട്ടാണ് ഏക് ദോ തീൻ. ആ പാട്ട് പാടിയ ആളാണ് അൽക്ക യാഗ്നിക്. ഓക്കെ, അത് ഓർത്ത് വച്ചിരിക്കുക. സംസ്ഥാന മഹാരാഷ്ട്ര. ഉദയ് കൊട്ടക്, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്ഥാപകൻ. 1985 ഒരു ഫിനാൻസ് കമ്പനിയായി തുടങ്ങിയ സ്ഥാപനത്തെ 2003 ഇന്ത്യയിലെ മുൻനിര ബാങ്കായി അദ്ദേഹം മാറ്റി. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പത്മശ്രീയാണ്. 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. അതിൽ 3 പേർ മലയാളികളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 3 പേരെ പറ്റി അറിഞ്ഞിരിക്കണം, ചോദിക്കും. ഡോക്ടർ A.E. മുത്തുനായകം, സംസ്ഥാനം കേരളം, കാറ്റഗറി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേരളമായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ A.E. മുത്തുനായകൻ. എന്താണ് പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ്? ഇനി ISROയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പ്രധാന ശില്പിയും സ്ഥാപക ഡയറക്ടറുമാണ് അദ്ദേഹം, 85 മുതൽ 94 വരെ. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയ മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഹിരാകാശ സ്ഥാപനമാണ് നമ്മുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ. പരീക്ഷയ്ക്ക് ചോദിക്കും, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വലിയമല, തിരുവനന്തപുരം. ഓക്കെ, വലിയമല, തിരുവനന്തപുരം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനായ വികാസ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ പ്രോജക്റ്റ് മാനേജറായി ഇദ്ദേഹം പ്രവർത്തിച്ചു. ഓക്കെ, ഇനി ഫ്രഞ്ച് സാങ്കേതികവിദ്യയായ വൈക്കിംഗ് എഞ്ചിനെ അടിസ്ഥാനമാക്കിയ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. കലാമണ്ഡലം വിമല മേനോൻ, സ്റ്റേറ്റ് കേരളം, കാറ്റഗറി കല, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു. ഇനി മേഖലാ നൃത്തം, മോഹിനിയാട്ടം. അപ്പോൾ ചോദിക്കും, കലാമണ്ഡല വിമല മേനോൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. തിരുവനന്തപുരത്ത് കേരള നാട്യ അക്കാദമി എന്ന നൃത്ത വിദ്യാലയം സ്ഥാപിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകി. അടുത്ത മലയാളിയാണ് കൊല്ലക്കയിൽ ദേവകിയമ്മ. ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ്. ഓക്കെ, കൊല്ലക്കയിൽ ദേവകിയമ്മ, സംസ്ഥാനം കേരളം, കാറ്റഗറി സോഷ്യൽ വർക്ക്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകിയമ്മ വനത്തിൽ 3000-ലധികം ഔഷധ സസ്യങ്ങളും വൻമരങ്ങളെയും പരിപാലിക്കുന്നു. തപസ്വനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചതിലൂടെ പതിറ്റാണ്ടുകളായി പരിസ്ഥിതിക്ക് സംരക്ഷണത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. 92 വയസ്സുള്ള ദേവകിയമ്മ 4.5 പതിറ്റാണ്ടിലേറെയായി ഓരോ തൈയും കൈകൾ കൊണ്ട് നട്ട് പരിപാലിച്ച് ഇന്ന് വിവിധതരം മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ, പ്രാണികൾ എന്നിവയ്ക്ക് ഇടം നൽകുന്ന ഒരു നിബിഡ വനം അവർ സൃഷ്ടിച്ചു. അപ്പോൾ ചോദിക്കും, കൊല്ലക്കയിൽ ദേവകിയമ്മ സൃഷ്ടിച്ച വനം ഏത്? തപസ്വനം. ഓക്കെ, അപ്പോൾ കൊല്ലക്കയിൽ ദേവകിയമ്മ സൃഷ്ടിച്ച മനുഷ്യനിർമ്മിത വനമാണ് തപസ്വനം. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മളിനി പത്മശ്രീ മറ്റ് സംസ്ഥാനങ്ങളാണ് നോക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മ, സംസ്ഥാനം മഹാരാഷ്ട്ര, കാറ്റഗറി സ്പോർട്സ്.
രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 2024 ICC പുരുഷ T20 ലോകകപ്പ് നേടി. ഏകദിന ക്രിക്കറ്റിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടിയ ഏക താരമാണ് രോഹിത് ശർമ്മ. ഒരു ഏകദിന ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 264 റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരു ഏകദിന ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായിട്ടുള്ള 264 റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. IPL മുംബൈ ഇന്ത്യൻസിനെ 5 തവണ IPL കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ചോദിക്കും, രോഹിത് ശർമ്മയ്ക്ക് 2026 ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചത്? പത്മശ്രീ. R. മാധവൻ. മാധവൻ രംഗനാഥൻ. മാധവൻ രംഗനാഥൻ, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല. അപ്പോൾ അദ്ദേഹം സിനിമാ നടനാണ്. മിന്നലെ പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകനുമാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രശസ്തമായിരുന്നു. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി. അപ്പോൾ 69ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് റോക്കട്രി ദി നമ്പി എഫക്റ്റ്. അത് R. മാധവനാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ റോക്കട്രി ദി നമ്പി എഫക്റ്റ് ഏത് വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ്? നമ്പി നാരായണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് റോക്കട്രി ദി നമ്പി എഫക്റ്റ്. അതിൽ നമ്പി നാരായണനെ വേഷമിട്ടത് R. മാധവനാണ്. ഇതിൽ നമ്പി നാരായണൻ്റെ വേഷമിട്ടത് R. മാധവനാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്പി നാരായണൻ സിനിമാ നടൻ മാത്രമല്ല, മറ്റൊരു പദവി കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കണം. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. ഇനി അത് ഓർത്ത് വെച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവി ആര്? R. മാധവൻ. ഹർമൻപ്രീത് കൗർ, സംസ്ഥാനം പഞ്ചാബ്, കാറ്റഗറി കായികം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ 2020 1-day ക്യാപ്റ്റൻ. 2025 നവംബർ 2 നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. അപ്പോൾ വനിതാ ക്രിക്കറ്റിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന ലോകകപ്പ് കിട്ടിയത് 2025 നവംബർ 2 ആ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ICC ഏകദിന ലോകകപ്പ് ഉയർത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്യാപ്റ്റനായി അവർ മാറി. അപ്പോൾ ചോദിക്കും, ഹർമൻപ്രീത് കൗർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനിതാ ക്രിക്കറ്റ്. പ്രവീൺ കുമാർ, സംസ്ഥാനം ഉത്തർപ്രദേശ്, കാറ്റഗറി സ്പോർട്സ്. പാരാ അത്ലറ്റിക്സ്, ഹൈജമ്പ് താരമാണ്. അപ്പോൾ എന്താ പാരാ അത്ലറ്റിക്സ്? സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് പറയുന്ന പേരാണ് പാരാ അത്ലറ്റിക്സ്. അപ്പോൾ പാരാ അത്ലറ്റിക്സിൽ ഹൈജമ്പ് താരമാണ് പ്രവീൺ കുമാർ. ഇനി നമ്മുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നടന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ്. അപ്പോൾ നമ്മുടെ പാരീസിൽ നടന്ന 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈജമ്പ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. ഇനി നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും അദ്ദേഹത്തിന് മെഡൽ കിട്ടി. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയിരുന്നു. ആ സമയത്ത് പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായിരുന്നു അദ്ദേഹം. മമിഡാല ജഗദേഷ് കുമാർ, അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. തെലങ്കാന സ്വദേശിയാണ്. മുൻ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാനാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത് V. കാമകോടി, സംസ്ഥാനം തമിഴ്നാട്, കാറ്റഗറി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നിലവിൽ IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ പ്രോസസറായ ശക്തി വികസിപ്പിച്ചെടുത്ത സംഘത്തിൻ്റെ തലവനായിരുന്നു. അപ്പോൾ ചോദിക്കും, നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏത്? ശക്തി. അതിന് മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ് V. കാമകോടി. അപ്പോൾ ഇത്രയുമാണ് പത്മ അവാർഡുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ട്രൂ ഇവൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, ക്ലാസ്സുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്.